വെൽക്കം ടു അവർ ചാനൽ മേഴ്സീസ് കസിറ്റ. ഇന്ന് മത്തി കൊണ്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. അതിന് മത്തിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വിനാഗിരിയും ചേർത്തി കുറച്ച് നേരം പുരട്ടി കൈ കൊണ്ട് നന്നായി പുരട്ടി നമ്മൾ വെച്ച് അതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അത് വറുത്തെടുക്കാം. അത് നല്ല വെളിച്ചെണ്ണയിലോ എങ്ങനെ വേണേലും വറുത്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉലുവിട്ട് കൊടുത്തു കേട്ടോ. അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തു, പൊട്ടട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് റോസ്റ്റിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത്, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂക്കണം. നന്നായി റോസ്റ്റ് തന്നെ ആവണം. അത് നമുക്ക് മത്തിയൊക്കെ ധാരാളം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് കിട്ടാത്ത സമയത്തും, അതുപോലെ രാവിലെ കഞ്ഞി കഴിക്കുമ്പോൾ ഒരു 1-2 മത്തി കഷ്ണം അതിൻ്റെ ഗ്രേവി ഉണ്ടായാൽ തന്നെ വേറെ കറിയൊന്നും വേണ്ട. പിന്നെ ചോറിലായാലും ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഈ മത്തി അച്ചാറ് കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമല്ലേ മത്തി. ഞങ്ങൾ തൃശ്ശൂർക്കാർ ചാള എന്ന് പറയും. എന്തായാലും അത് നല്ല അടിപൊളിയാണ്. എന്തായാലും ഫിഷിൻ്റെ എല്ലാ അച്ചാറുകളും നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി മൂത്തു. അപ്പം നമുക്കിനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പൊടികൾ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉണക്കമുളകും, ഉലുവയും കായവും കുറച്ച് കടുകും കൂടി വറുത്ത് പൊടിച്ചത് കേട്ടോ. ചൂടാക്കി പൊടിച്ചതാണ്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. ഉണക്കമുളക് വറുത്ത് പൊടിച്ചത് വെച്ചിട്ട് അച്ചാറുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് എന്തായാലും വേണ്ടി വരും. ഇത് ഇട്ട് കൊടുത്തു. പിന്നെ ഇത് മത്തി ആയതുകൊണ്ട്, ചാള ആയതുകൊണ്ട് കുഞ്ഞു ചാളയാണ്. അപ്പോൾ അതിലെന്തായാലും നമുക്ക് ഒരു പുളിരസത്തിനും അതുപോലെ കേടാവാണ്ടിരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ചൊറുക്ക ഒഴിച്ച് കൊടുക്കാം. അത് ഞാനിപ്പോൾ തന്നെ ചേർത്തു കേട്ടോ. അത് ഇനി നമുക്ക് ഇതിപ്പോൾ ഗ്രേവി ഇങ്ങനെ കുറച്ച് തിക്കാണ്. അപ്പോൾ നമുക്ക് ആ മിക്സി കഴുകിയ ചെറിയ ചൂടുവെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ചാള അതിട്ട് കൊടുക്കും മിക്സി. ഇപ്പം നോക്കിയേ, ഗ്രേവിയൊക്കെ ആ ചാളമ നന്നായി വരണ്ടിട്ടിരിക്കണേ. ഇനിയിപ്പോൾ നമുക്ക് പോരായ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. തിളപ്പിച്ച വെള്ളം, നന്നായി തിളച്ച വെള്ളമാണ്. ഞാൻ വളരെ പണ്ടാണ് ഞാൻ മത്തി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ദേ മത്തി അധികം കിട്ടിയപ്പോൾ വീണ്ടും ഒന്ന് പൊടി തട്ടി കൊടുത്ത് എടുത്തതാണ് ആ ഓർമ്മകൾ. എന്തായാലും ഇത് അടിപൊളിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ, ഞാൻ ഗ്യാരൻറ്റി. ഓക്കെ, താങ്ക് യു.